നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. പൊതുവെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ പുരോഗതി, ആരോഗ്യം ഗുണകരമായി തീരുക, കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും അത് തുടർന്നു പോകുവാൻ തക്കവണ്ണം ഒരു ചിട്ടയോട് കൂടിയതായിട്ടുള്ള ക്രമീകരണം, ഒരു പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം ഇനി ഒരു വർഷത്തേക്ക് വേണ്ടി വരും എന്ന ധാരണ പലരിൽ നിന്നും സ്വീകരിക്കുന്ന ഈ ഒരു നിർദ്ദേശം അവലംബിക്കുവാൻ തീരുമാനം കൈക്കൊള്ളുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു മെയ് മാസത്തിൽ മാത്രമല്ല ഒരു വർഷത്തേക്ക് 8 മണിക്കൂറിന് പകരം 9 മണിക്കൂർ ജോലി ചെയ്യുക എന്നതും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും 1 മണിക്കൂർ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക എന്ന സങ്കല്പത്തോടു കൂടിയും പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ അതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലതും ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ സുഹൃത്തുക്കളെ ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗമായിട്ടുള്ള ജോലികളെല്ലാം ഏറ്റെടുക്കാം. അതെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുവാനും സാധിക്കും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു ചേരുവാനും ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങി വയ്ക്കുവാനും തീരുമാനിക്കും. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളൊക്കെ അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും വികസിത രാജ്യത്തിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന പലർക്കും ഉണ്ടാകുമെങ്കിലും വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്താൽ കഴിഞ്ഞ 2-3 മാസമായി നാട്ടിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. എന്നാൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള നേട്ടം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. തൊഴിൽ മേഖലകളില് നല്ല സൂചന ലഭിക്കുന്നത് വഴി പ്രവർത്തനം തന്നെയായിരിക്കും ഏറ്റവും വേണ്ടി വരിക. പണത്തിനേക്കാൾ ഉപരി പ്രയത്നിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. നാഡി രക്തദൂഷ്യജന്യങ്ങളായുള്ള രോഗപീഠകളെ കൊണ്ട് പല പ്രകാരത്തിലും അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും ഭക്ഷണ ക്രമീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇടയുണ്ട്. യാത്രാവേളയിൽ വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അവിചാരിതമായിട്ടുള്ള തൊഴിൽ ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകും. പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന പല കാര്യങ്ങളും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഭക്ഷണ ക്രമീകരണത്താൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പലപ്പോഴും ഗൃഹത്തില് ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, മറ്റു ചിലർക്ക് വിമ്മിഷ്ടം ഉണ്ടാവുക, വേറെ ചിലർക്ക് ജോലിയിൽ നിലവിലുള്ള ഗൃഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ജോലിയിൽ അത്ര തന്നെ നേട്ടമില്ലായ്മ, ഇങ്ങനെ പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹത്തിന് പരിവർത്തനങ്ങൾ നടത്തുവാൻ ഇടയുണ്ട്. പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട്
വിപരീതമായി തീർന്നവർ അനുകൂലമായി തീരുവാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും കഠിനാധ്വാനത്താലും നിയുക്ത പദവിയിലേക്ക് അവസരങ്ങൾ വന്നു ചേരും. മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് യോഗം കാണുന്നുണ്ട്. പ്രകൃതിക്ഷോഭത്താൽ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കലാകായിക മത്സരങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാകുവാനും യോഗമുണ്ട്. സങ്കീർണമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. വസ്തുതകളൊക്കെ നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള തോന്നല് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനും ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വളരെ നല്ല നിലയിൽ പ്രദർശിപ്പിക്കുവാനും പ്രകാശിപ്പിക്കാനും എഴുതുവാനും സാധിക്കും. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം തുടങ്ങിയതായിട്ടുള്ള പുതിയതായിട്ടുള്ള പ്രചരണ രീതികളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കഴിഞ്ഞ ജനുവരി മുതൽ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ആശയങ്ങൾക്ക് വഴിയൊരുക്കുവാനും അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കരാർ ജോലികളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. പൂർത്തീകരിച്ച പാഠ്യപദ്ധതി ഈ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ സമർപ്പിക്കാൻ അവസരം വന്നു ചേരും. സമ്മാന പദ്ധതികൾ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിൽ വിജയം കൈവരിക്കും. വർഷങ്ങളായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലെ വന്നു പോകുവാൻ തക്കവണ്ണം വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. സ്തുത്യർഹമായുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി സർവകാര്യ വിജയം നേടുവാനും അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളത് കൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം മെയ് മാസത്തിൽ പൂർത്തീകരിക്കുവാനും മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. വർഷങ്ങളായി സ്ഥിരതാമസത്തിന് അപേക്ഷിച്ചതായിട്ടുള്ള അപേക്ഷകൾക്ക് വികസിത രാഷ്ട്രീയത്തിൽ താമസിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ഇനി മുതൽ മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കാൻ തക്കവണ്ണം ഒരു ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നീതിപൂർവമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങളാണെന്ന നിർദ്ദേശം അല്ലെങ്കിൽ സന്ദേശം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്.
നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി സർവ്വവിധത്തിലും സ്വീകാര്യത വർദ്ധിക്കുവാനും മനസ്സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. നിയമനിർവഹണം കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നത് വഴി മാർഗതടസ്സങ്ങളെ അതിജീവിക്കുവാനും അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിനും യോഗം കാണുന്നുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും സ്ഥിതിവിശേഷങ്ങളെ കൊണ്ടും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുവാനും യോഗമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. മംഗളവേളകളിൽ വെച്ച് മഹത് വ്യക്തികളെ പരിചയപ്പെടുവാനും അവർ അനുവർത്തിച്ചു വരുന്ന ജീവിതക്രമങ്ങളും കർമ്മമണ്ഡലങ്ങളുടെ ഭരണ സംവിധാനവും അത് സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് അവലംബിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹത്തിന് പുറമെ വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന ആശയത്തോടുകൂടി അന്വേഷിക്കുവാനും തൃപ്തിയായുള്ള ഭൂമി കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും യോഗം കാണുന്നുണ്ട്. മേലധികാരികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ പോലും ഈ മെയ് മാസം മുതൽ രേഖാപരമായിട്ട് തന്നെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾക്കൊക്കെ 2-3 മാസം താമസം വന്നു ചേരുവാനും ഇടയുണ്ട്.